പ്രിയപ്പെട്ടവരെ, നമ്മൾ കാരണം മറ്റുള്ളവരെ ചെയ്യുന്ന ഭാരം കൂടി നമ്മൾ ചുമക്കേണ്ടി വരരുത്. അതുകൊണ്ട് നമ്മൾ നാളെ പരലോകത്തേക്ക് യാത്ര ചെയ്യുമ്പോ ഒരിക്കൽ പോലും നമ്മൾ ഭാരം ചുമക്കേണ്ടവരല്ല. നിങ്ങൾക്കറിയോ, അള്ളാഹു കണ്ണും കാതും നാക്കും മൂക്കും വായും വയറും കയ്യും കാലും തന്നത് എന്തിനാണ്? അള്ളാഹു തന്നെ പറയുകയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ നൽകിയത് എന്തിനാണെന്നറിയോ? ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും നിങ്ങൾക്ക് ഞാൻ നൽകിയത് എന്തിനാണെന്നറിയോ? അള്ളാഹ് പറയുകയാണ്, അലം നജ്അല്ലഹു ഐനൈനി വലിസാനം വശഫതൈനി വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹ് പറയുകയാണ്, കയ്യും കാലും നിങ്ങൾക്ക് ഞാൻ തന്നല്ലോ. ഇവിടെ അല്ലാഹു പരിചയപ്പെടുത്തിയത് രണ്ട് കണ്ണുകളെയും അതുപോലെ തന്നെ അലം നജ്അല്ലഹു ഐനൈനി വലിസാനം വശഫതൈനി, ഒരു ചുണ്ടിനെയും രണ്ട് ചുണ്ടിനെയും ഒരു നാവിനെയും രണ്ട് കണ്ണുകളെയും അല്ലാഹു തആല എടുത്തു പ്രതീകമായി പറഞ്ഞുകൊണ്ട് അല്ലാഹ് പറയുകയാണ്, ശരീരത്തിന്റെ അവയവങ്ങൾ നിങ്ങൾക്ക് ഞാൻ തന്നതെന്തിനെന്നറിയോ? വെറുതെ നിങ്ങൾക്ക് കാണാൻ പാടില്ലാത്തത് കാണാനല്ല, കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കാനല്ല. എന്തിനാ നിങ്ങൾക്ക് ഞാൻ ഇതെല്ലാം തന്നതെന്നറിയോ? അല്ലാഹ് പറയുകയാണ്, വഹദൈനാഹു നജ്ദൈൻ, ഭാരമില്ലാതെ പോകുന്ന ഒരു യാത്രയും പാപഭാരത്തോടെ പോകുന്ന വഴിയും കാണിച്ചു തന്നിരിക്കുകയാ. രണ്ട് വഴികളാണ് അല്ലാഹു നമുക്ക് തുറന്നു തന്നത്. ഒന്ന് പരലോകത്തേക്കുള്ള യാത്രയിലെ ഭാരമില്ലാത്ത യാത്രയാണ്, മറ്റൊന്ന് ഭാരമുള്ള യാത്രയാണ്. ഈ രണ്ട് വഴികൾ നിങ്ങൾക്ക് ഞാൻ തുറന്നു തന്നിരിക്കുകയാണ്. ഇത് വിശുദ്ധ ഖുർആനിലൂടെ പടച്ചതമ്പുരാ പറഞ്ഞിട്ടുടനെ പറഞ്ഞതെന്തെന്നറിയോ? ഫലഖതഹമൽ അഖബ. ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടും അവര് പർവ്വത നിരകളെ താണ്ടിക്കടന്നില്ല. അള്ളാഹു പറയുന്ന പർവ്വത നിരകളേതെന്നറിയോ? ഗിരിമാർഗമേതെന്നറിയോ എന്ന് പറഞ്ഞാൽ പടച്ചതമ്പുരാൻ പറഞ്ഞ വാക്കേതാണ്? ഫലഖതഹമൽ അഖബ. ഈ ഗിരിമാർഗം എന്ന് പറയുന്നത് ഏതാണെന്നറിയോ? സ്വർഗത്തിലേക്കുള്ള പാതയെപ്പറ്റി അല്ലാഹു ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നത് ദുർഘടം പിടിച്ച പാതയെന്നാണ്, അഥവാ ഗിരിമാർഗം എന്നാണ്. അഥവാ സ്വർഗത്തിലേക്കുള്ള പാത എപ്പോഴും പ്രയാസകരമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രയാസകരമായ പരലോകത്തേക്കുള്ള യാത്രയെ സംബന്ധിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുന്നത് സുന്ദരമായ സ്വർഗം കൈകൊണ്ട് തൊട്ടാ പൊട്ടിച്ചിരിക്കുന്ന മണിവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്കുള്ള യാത്ര അല്ലാഹു പറയുന്ന ദുർഘടമാണ്. ആ യാത്ര ചെയ്യുന്നവര് ദുർഘടമായ പാതയിലൂടെയാണ് പോകേണ്ടത്. അത് വല്ലാത്ത ഭാരം നിറഞ്ഞ യാത്രയാണ്, വല്ലാതെ ദുർഘടമായ പാതയാണ്, പർവ്വത നിരകളെ താണ്ടിക്കടക്കലാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, കയ്യും കാലും ഒക്കെ നിങ്ങൾക്ക് തന്നല്ലോ, ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും നിങ്ങൾക്ക് തന്നല്ലോ, എന്നിട്ട് ഒരിക്കൽ പോലും നിങ്ങളത് താണ്ടിക്കടന്നില്ല. സ്വർഗത്തിന്റെ പാത ദുർഘടമാണ്, താണ്ടിക്കടന്നിട്ടില്ലെന്ന് അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ ഉടനെ പടച്ചതമ്പുരാ പരിചയപ്പെടുത്തി ഏതാണ് ആ പാത എന്നറിയോ? ഫഖുറഖബത്തിനോ ഇത്ആമുന ഫീ യൗമിൻ ദീ മസ്ഗബ യതീമൻ ദാ മഖറബ വ മിസ്കീനൻ ദാ മസ്റബ. പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കലാണ്, കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് മാറ്റി കൊടുക്കലാണ്, തടവിൽ പിടിക്കപ്പെട്ടവനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കലാണ്, പ്രയാസം അനുഭവിക്കുന്നവന്റെ പ്രയാസം മാറ്റി കൊടുക്കലാ. ഇതെല്ലാം നിങ്ങൾക്ക് അല്ലാഹു തന്ന കണ്ണും കാതും നാക്കും മൂക്കും കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഗിരിമാർഗം താണ്ടിക്കടക്കുക, ഇങ്ങനെ ചെയ്യുമ്പോഴാണ് പർവ്വത നിരകൾ നിങ്ങളെ താണ്ടിക്കടക്കുക. സ്വർഗത്തിന്റെ പാത അല്ലാഹു തആല പരിചയപ്പെടുത്തിയത് രസകരമായ സരളമായ എളുപ്പമായ മാർഗമെന്നല്ല. സ്വർഗത്തിലേക്കുള്ള പാത പ്രിയപ്പെട്ടവരെ ദുർഘടമാണ്. ആ ദുർഘടമായ പാത, ആ പാതയിലേക്ക് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഭാരം ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റൂല. സ്വർഗത്തിന്റെ വഴി അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നത് ഗിരിമാർഗം എന്നാണ്. എന്ന് പറഞ്ഞാൽ പർവ്വതത്തിലേക്ക് കയറുന്നത് എത്ര പ്രയാസമാണ്. ചിന്തിച്ചു നോക്കിയേ, പർവ്വതത്തിലേക്ക് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് എത്ര പ്രയാസമാണ്. ആ പ്രയാസമുള്ള പർവ്വത നിരകളിലേക്കുള്ള യാത്രയെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണെങ്കിൽ, ഈ മല കയറുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വല്ല ഭാരം ഉണ്ടെങ്കിൽ നമ്മൾക്ക് കയറാൻ പറ്റുമോ? വലിയ ഒരു പർവ്വതത്തിലേക്ക് കയറുന്നത് പോലെയാണ് ഖുർആൻ സ്വർഗത്തെ ഉപമിച്ചത്. ആ പർവ്വതത്തിലേക്ക് കയറി പോകുമ്പോ കയ്യിൽ വലിയ കെട്ടുകൾ ഉണ്ടായിരുന്നാൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നാൽ നമ്മുടെ സാധനങ്ങളും സാമഗ്രികളും, വിശുദ്ധ ഉംറയ്ക്ക് പോയവർക്കറിയാം, 9ാമത്തെയും 10ാമത്തെയും നിലയിലാണ് തങ്ങളുടെ റൂമെങ്കിൽ ഇവരെന്താ ചെയ്യുക? ഇവിടെ നിന്ന് ഉംറയ്ക്ക് പോയവരൊക്കെ, ഇവിടെ നിന്ന് ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം. അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട്
പോയിട്ട് ലോകം ചുറ്റിക്കറങ്ങാൻ വേണ്ടി പോയി ഒരു പാക്കേജ് ആയിട്ട് ചെന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഹോട്ടലിന്റെ റിസപ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബാഗും സാധനങ്ങളും ഒക്കെ അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ ലിഫ്റ്റ് കയറി പോകും. ഇതെല്ലാം ചുമന്നുകൊണ്ട് ലിഫ്റ്റ് വഴി ചുമന്നുകൊണ്ട് റൂമിന്റെ മുന്നിലെത്തിക്കാൻ അവിടത്തെ റൂം ബോയ്സ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മൾക്ക് ഇരിക്കുന്ന ഇരിപ്പിൽ കൊണ്ടുതരും. എന്തേ 9 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നമുക്ക് ആ സ്റ്റെപ്പിലൂടെ നമുക്ക് സ്റ്റെയറിലൂടെ ഈ ബാഗും ചുമന്നുകൊണ്ട് കയറാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ആ മുകളിലേക്കുള്ള യാത്രയിൽ ഭാരം ചുമക്കാൻ നമുക്ക് പറ്റുന്നില്ല. സ്വർഗത്തിന്റെ പാത എന്ന് പറയുന്നത് അള്ളാഹു പരിചയപ്പെടുത്തിയത് ദുർഘടമായ പാത എന്ന, മലയിലേക്ക് കയറും പോലെ എന്നാൽ, പർവ്വതത്തിലേക്ക് കയറും പോലെ എന്നാൽ. ആ പർവ്വതത്തിലേക്ക് കയറാൻ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടിനോടൊപ്പം സഹോദരങ്ങളെ പാപഭാരങ്ങളും ചുമന്നുകൊണ്ടാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെങ്കിൽ ഭാരമില്ലാതെ നമുക്ക് പോകണം. സ്വർഗത്തിൽ പോകണമെങ്കിൽ ഒരു ഭാരവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണ് നമ്മൾ യാത്ര ചെയ്യേണ്ടത്. അതുകൊണ്ട് ഭൗതിക ലോകത്തെ യാത്രകളെല്ലാം ഭൗതിക ലോകത്തെ യാത്രകളെല്ലാം ഭാരമില്ലാതെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുന്നതെങ്കിൽ, ഈ ദുനിയാവ് വിജയിക്കണമെങ്കിൽ കയ്യിൽ യാതൊരു സാധനങ്ങളും ഇല്ലാതെ ഭാരമില്ലാതെ പോയാൽ മാത്രമാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക എങ്കിൽ, ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പരലോകത്തേക്കുള്ള യാത്രയിൽ എന്റെ സഹോദരങ്ങളെ യാതൊരു വിധത്തിലുള്ള ഭാരങ്ങളും ഇല്ലാതെ വേണം നമുക്ക് യാത്ര ചെയ്യാൻ. ഇനി ഞാൻ പറയുന്നത് രണ്ടാമത്തെ തലമാണ്. ചില ആളുകൾക്ക് പാപങ്ങളൊന്നും ഉണ്ടാവൂല. അവര് കള്ളു കുടിക്കാത്തവരാണ്, മദ്യപിക്കാത്തവരാണ്, പലിശ വാങ്ങാത്തവരാണ്, അവര് പരദൂഷണം പറയാത്തവരാണ്, പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ്, അവര് വളരെ ജാഗ്രതയോടെ ജീവിക്കുന്നവരാണ്, ഒരാളെയും വേദനിപ്പിക്കാത്തവരാണ്. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് മുഴങ്ങുമ്പോ അള്ളാഹുവിനു വേണ്ടി സുജൂദ് ചെയ്യുന്നവരാ, റമളാൻ മാസത്തിന്റെ നോമ്പ് വിടാത്തവരാണ്, സക്കാത്ത് കൃത്യമായി കൊടുത്തു വീടുന്നവരാണ്, ഹജ്ജ് ചെയ്തവരാണ്, ഉംറ ചെയ്തവരാണ്. അവര് മദ്യത്തിന്റെ യാതൊരുവിധ ആസ്വാദനങ്ങളും അവരെ അനുഭവിക്കാത്തവരാണ്. അവര് ഭൗതികമായ യാതൊരു വിധത്തിലുള്ള തെറ്റുകളിലും അവര് പങ്കാളികളല്ല. ആ നിലയിൽ സൂക്ഷ്മതയുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. അങ്ങനെയുള്ള ആളുകളും ഭാരം ചുമക്കുന്നുണ്ട്. ഏത് ഭാരമാണെന്നറിയോ? അവര് ചുമക്കുന്നത് പാപത്തിന്റെ ഭാരമല്ല. പിന്നെയോ സഹോദരങ്ങളെ, ദുനിയാവിന്റെ മോഹങ്ങളാകുന്ന ഭാരമാ. ദുനിയാവിന്റെ മോഹങ്ങളാകുന്ന ഭാരങ്ങളും ചുമന്നുകൊണ്ടാണ് അവരുടെ യാത്ര. മഹാനായ ഇമാം തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശാലമായ ഹദീസ് ഉണ്ട്. അബൂ കബീസത്ത് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇമാം തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്ന വിശാലമായ ഒരു ഹദീസ് ഉണ്ട്. ദുനിയാവ് 4 കൂട്ടം ആളുകൾക്കാണ്. ദുനിയാവിന്റെ മക്കൾ 4 വിഭാഗം ആളുകളാണ്. ഒരുപക്ഷേ ആലപ്പുഴയിലെ പുന്നപ്രയിലെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ 4-ൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും പെടുക. അള്ളാന്റെ റസൂലാണ് പഠിപ്പിച്ചത്. ഇന്നേവരെ കളവ് പറയാത്ത പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇന്നേവരെ തമാശയ്ക്ക് പോലെ അസത്യത്തിന്റെ ലാഞ്ചന ആദരങ്ങളിൽ നിന്ന് അടർന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരിമാരിലോ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരിലും 4 കൂട്ടം ആളുകളും ഉണ്ടാകും. അള്ളാഹു നമ്മളെ ഏറ്റവും നല്ല വിഭാഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. 4 വിഭാഗം ആളുകളെ റസൂലുള്ളാഹി തങ്ങൾ പരിചയപ്പെടുത്തി. ആ 4-ൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പെടൂലേ? അല്ലാത്തൊരു വിഭാഗത്തെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ ദുനിയാവിൽ 5-മതൊരു കൂട്ടം ആളുകൾ ഉണ്ടാവൂല. 4-ൽ ഏതെങ്കിലും ഒന്നിൽ നമ്മൾ ഉൾപ്പെട്ടിരിക്കും. ഏതാ ഈ 4 വിഭാഗം ആളുകൾ എന്നറിയോ? ജീവിതത്തിൽ നമ്മൾ പാപങ്ങൾ ചെയ്യുന്നവരെ അല്ല, വളരെ സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിന്റെ അവസാന യാത്രയാകുന്ന പരലോകത്തേക്കുള്ള യാത്രയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ദുനിയാവിന്റെ മോഹങ്ങളും ചുമന്നുകൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുക. അതും നമുക്ക് അങ്ങോട്ട് യാത്ര ചെയ്യാൻ, വിജയിക്കാൻ, വിജയശ്രീലാളിതരാകാൻ തടസ്സമാകുന്ന ഒരു വലിയ വിഘാതമാണ്, തടസ്സമാണ് ഈ ദുനിയാവിന്റെ മോഹങ്ങൾ. ദുനിയാവ് 4 കൂട്ടം ആളുകൾക്കുള്ളതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
4 കൂട്ടം ആളുകൾക്കാണ് ദുനിയാവുള്ളത്. ഞാൻ ഈ ദുനിയാവിനെ പറ്റി, ദുനിയാവിന്റെ മോഹങ്ങളും ചുമന്നുകൊണ്ട് നമ്മൾ പോകും. അലക്സാണ്ടർ ചക്രവർത്തിയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയത്. അലക്സാണ്ടർ ചക്രവർത്തി മരിക്കാൻ നേരത്ത് വലിയൊരു ആഗ്രഹം അറിയിച്ചു. തന്റെ മാതാവ് തന്നെ കാണണമെന്ന് ആഗ്രഹം അറിയിച്ചപ്പോ ഇനിയും ഒരു രാജ്യം കൂടി കീഴടക്കാനുണ്ടെന്ന് പറഞ്ഞു. അവസാനം ഉമ്മയ്ക്ക് രോഗം പിടിപെട്ടു. ആ സമയത്ത് ഉമ്മയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം വരാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോ അലക്സാണ്ടർ ചക്രവർത്തിയുടെ രോഗത്തിന്റെ കാഠിന്യത മൂലം ഉമ്മയെ കാണാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ കാണാൻ തന്നെ ചികിത്സിച്ച ഡോക്ടർമാരോട് ഒരു കുറച്ചുകൂടി ആയുസ് നീട്ടിത്തരണമെന്ന്, മതിയായ ആയുസ് നീട്ടിത്തരണമെന്ന് കൊതിച്ച ഒരു വലിയ ചക്രവർത്തിയാണ് അലക്സാണ്ടർ ചക്രവർത്തി. മരിക്കാൻ നേരത്ത് അദ്ദേഹം തന്റെ മയ്യത്ത് ചുമക്കുന്ന ആളുകളോട് പറഞ്ഞത്, എന്റെ 2 കൈയും ജനങ്ങൾ കാണത്തക്ക നിലയിൽ പുറത്തേക്കിടണമെന്നാണ്. കാരണം ഈ അലക്സാണ്ടർ ഒന്നും കൊണ്ടുപോയിട്ടില്ല എന്ന് ലോകം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം മയ്യത്ത് ചുമക്കാൻ വേണ്ടി ഏർപ്പാടാക്കിയത് തന്നെ ചികിത്സിച്ച ഡോക്ടർമാരെയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്നെ ചികിത്സിച്ച പ്രഗത്ഭരും നിപുണന്മാരുമായ ഡോക്ടർമാർക്ക് പോലും എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് ലോകം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. മോഹങ്ങൾ നമ്മൾ കുറയ്ക്കണം. നമ്മുടെ മോഹങ്ങൾ നമ്മൾ കുറച്ചാൽ മാത്രമേ നമുക്ക് ഭാരമില്ലാതെ യാത്ര ചെയ്യാൻ കഴിയൂ. പാപങ്ങൾ ചെയ്താൽ നമുക്ക് ഭാരമാണ്. ഇനി പാപങ്ങളിൽ നിന്ന് മാറി നിന്നു എന്ന് കരുതിയിട്ടും നമുക്ക് പരലോകത്തേക്കുള്ള യാത്ര സുഗമമാകില്ല. കാരണം പാപങ്ങളില്ലെങ്കിലും നമ്മുടെ മോഹങ്ങൾ നമുക്ക് ഭാരമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. 4 വിഭാഗം ആളുകൾ ദുനിയാവിന്റെ മക്കളാണ്. ഈ ദുനിയാവിൽ 4 സൈസ് ആളുകളാണ്. നമ്മൾ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഈ 4-ൽ ഏതെങ്കിലും ഒന്നിൽ പെടും. അള്ളാഹു നമ്മളെ നല്ല വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. ശ്രദ്ധയോടെ കേട്ടോ. നമ്മൾ തന്നെ മാർക്കിട്. ഞാൻ ഇതിൽ ഏതിലാണ്? മറ്റുള്ളവരെ പറ്റി ചിന്തിക്കണ്ട. ഞാൻ ചിന്തിക്കണം, ഞാൻ ഏത് വിഭാഗത്തിലാണ്, ഞാൻ ഏത് വിഭാഗത്തിലാണെന്ന് ഞാനാ ചിന്തിക്കേണ്ടത്. അല്ലാതെ ഞാൻ ആ സമയത്ത് മറ്റുള്ളവർ ഏത് വിഭാഗത്തിലാകുമെന്ന് ആലോചിച്ചിട്ട് സമയം കളയലല്ല. ആദരവായ പ്രവാചകൻ പഠിപ്പിക്കുകയാണ്, അല്ലാഹു തആല ഒരു മനുഷ്യന് ഇൽമ കൊടുത്തു, വിജ്ഞാനം കൊടുത്തു, വിവരം കൊടുത്തു, അറിവ് കൊടുത്തു. അതോടൊപ്പം തന്നെ അവന് സമ്പത്തും അല്ലാഹു കൊടുത്തു. ധാരാളം സമ്പത്ത് കൊടുത്തു, ധാരാളം പൈസ കൊടുത്തു, ധാരാളം സ്വത്തുക്കൾ കൊടുത്തു, ധാരാളം ദുനിയാവിന്റെ സൗകര്യങ്ങൾ കൊടുത്തു. അതോടൊപ്പം തന്നെ അവന് വിവരം കൊടുത്തു, ഇൽമ കൊടുത്തു, അറിവ് കൊടുത്തു, തിരിച്ചറിവ് കൊടുത്തു. അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാ. അവന് സമ്പന്നനാണ്, കോടീശ്വരനാണ്, നാട്ടിൽ അറിയപ്പെട്ട സമ്പന്നനാണ്, ധനാഢ്യനാണ്. പക്ഷേ അവന് വിവരമുണ്ട്, അവന് അറിവുണ്ട്, അവന് ഇൽമുണ്ട്, അവന് വിജ്ഞാനമുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവനാണ്. ആ സമ്പത്ത് കൊണ്ട് അവന് കള്ളു കുടിക്കില്ല, ആ സമ്പത്ത് കൊണ്ട് അവന് നിശാ ക്ലബ്ബുകളിൽ പോകൂല, ആ സമ്പത്ത് കൊണ്ട് അവന് വ്യഭിചാരശാലയിൽ പോകൂല. ആ സമ്പത്ത് കൊണ്ട് അവന് ചെയ്യുന്നത് എന്താണെന്നറിയോ? യസിലു റഹിമാ, അവന്റെ കുടുംബത്തിലെ പാവങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാ. ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്തവന് കൊടുക്കുകയാ. പാവപ്പെട്ടവർക്ക് സമ്പത്ത് വീതിച്ചു കൊടുക്കുകയാ. കാരണം അവനറിയാ, ഈ സമ്പത്ത് കൊണ്ട് ഞാൻ അള്ളാഹുവിന്റെ അടിമകളെ ഊട്ടിയില്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണമായിട്ട്, അവർക്ക് കൊടുക്കുന്ന സൗകര്യമായി ഈ സമ്പത്ത് ഞാൻ വിനിയോഗിക്കാതിരുന്നാൽ നാളെ പടച്ച തമ്പുരാന്റെ കോടതിയിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്നുള്ള പേടിയോട് ആ പാവപ്പെട്ട ഇൽമുള്ള, വിവരമുള്ള, സമ്പന്നനായ, ധനാഢ്യനായ മനുഷ്യനുണ്ടല്ലോ, അയാള് സമ്പത്ത് പാവങ്ങൾക്ക് ചെലവാക്കുകയാണ്, കുടുംബ ബന്ധുക്കൾക്ക് കൊടുക്കുകയാണ്, നാട്ടുകാർക്ക് കൊടുക്കുകയാണ്, എല്ലാവരെയും സഹായിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഹാദാ അഫ്ളലുൽ മനാസിലി, അവനാണ് ആ നാട്ടിലെ ഏറ്റവും ശ്രേഷ്ഠവാൻ. സഹോദരങ്ങളെ, പണമില്ല എന്നതല്ല, പണമുണ്ടാകലാണ് നല്ലത്. പണം വേണം, സമ്പത്ത് വേണം. ഈ ഭൗതിക ലോകത്ത് ആരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരാറ്. നമ്മൾ ആശ്രയിച്ച് കഴിയുന്നവർക്ക് കൊടുക്കാൻ കഴിയുന്ന തലത്തിൽ സമ്പത്ത് നമുക്ക് ഉണ്ടാകണം. ആ സമ്പത്ത് അല്ലാഹു തരുന്നതോടൊപ്പം തന്നെ വിവരം കൂടി തന്നാൽ, ഇൽമ
കൂടി നമുക്കുണ്ടെങ്കിൽ പാവങ്ങൾക്ക് കൊടുക്കണമെന്ന ബോധം നമുക്കുണ്ടാകും. പാവപ്പെട്ടവന്റെ വിശപ്പ് മാറ്റണമെന്ന മോഹം നമുക്കുണ്ടാകും. ആ സമ്പത്ത് കൊണ്ട് ഞാൻ കള്ളു കുടിക്കാൻ പാടില്ല, ആ സമ്പത്ത് കൊണ്ട് ഞാൻ പലിശ വാങ്ങാൻ പാടില്ല, പലിശയ്ക്ക് കൊടുക്കാൻ പാടില്ല. ഈ ഒരു തിരിച്ചറിവോടെ പ്രിയപ്പെട്ടവരെ അള്ളാനെ സൂക്ഷിച്ചുകൊണ്ട് കുടുംബ ബന്ധം നിലനിർത്തുന്ന ധനാഢ്യനായ വിവരമുള്ളവനാണ് ഒന്നാമത്തെ വിഭാഗം. അവനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് അഫ്ളലുൽ മനാസിലി, ഏറ്റവും വലിയ മഹത്വമുള്ളവനാണ്. നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അല്ലാഹ് നല്ല സമ്പത്ത് കൊടുക്കും. ആ സമ്പത്ത് അങ്ങോട്ട് കൊടുത്താൽ അതോടൊപ്പം തന്നെ വിവരം കൂടി കൊടുക്കും. നല്ല വിവരം ഉണ്ടവന്. ആ സമ്പത്ത് കൊണ്ട് ഞാൻ ഏതെങ്കിലും നിലയിൽ എവിടെയെങ്കിലും ഹറാമായ നിലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ആ സമ്പത്ത് കൊണ്ട് ഞാൻ കള്ള് കുടിക്കാൻ പാടില്ല. ആ സമ്പത്ത് കൊണ്ട് ഞാൻ കള്ള് ഷാപ്പ് തുടങ്ങാൻ പാടില്ല. ആ പൈസ കൊണ്ട് ഞാൻ ഒരിക്കലും ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. ഈ ബോധത്തോടു കൂടിയിട്ട് ആ സമ്പത്ത് കൊണ്ട് യസ്ലു റഹിമഹു കുടുംബക്കാർക്ക് കൊടുക്കുന്നു, പള്ളിക്ക് കൊടുക്കുന്നു, പാവങ്ങളെ കെട്ടിക്കാൻ കൊടുക്കുന്നു, അയാളുടെ മക്കളെ സേവിക്കുന്നു, ഒപ്പം നാട്ടുകാർക്ക് സേവനം ചെയ്യുന്നു. അള്ളാഹു അവന് കൊടുത്ത സമ്പത്തും വിവരവും കൂടിയായപ്പോൾ അഫ്ളലുൽ മനാസിലി, അവൻ ഏറ്റവും നല്ല മഹത്തായ ഒരു വലിയ പദവിയിലാണ് അവൻ ഉള്ളതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ, നമ്മളെ ആ വിഭാഗത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. പണം മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, വിവരം കൂടെ ഉണ്ടാവണം. പണം ഒരുപാട് വന്ന് കുമിഞ്ഞുകൂടി വിവരം ഇല്ലാത്തതിന്റെ പേരിലാണ് മഞ്ഞ കല്യാണം പോലുള്ള കല്യാണങ്ങൾ പോലും വെക്കുന്നത്. ആലപ്പുഴയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ഉണ്ട്. ഇതെവിടെ നിന്നാണ് ഈ സംസ്കാരം ഉള്ളതെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ ആലപ്പുഴയിൽ ഒരു കല്യാണത്തിനും വന്നിട്ടില്ല. ആലപ്പുഴയുടെ പ്രാന്തപ്രദേശങ്ങളിൽ പ്രസംഗിച്ചു പോയെന്നതിനപ്പുറത്ത് ഈ നാട്ടിൽ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, ഹൈന്ദവ സഹോദരങ്ങളുടെ കല്യാണങ്ങളിൽ ഇങ്ങനെ ഒരു പേക്കൂത്ത് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട്. അഭിമാനത്തോടു കൂടി പറയാൻ, ഹൈന്ദവ സഹോദരങ്ങളുടെ വിവാഹങ്ങളിൽ യാതൊരു നിലയിലുള്ള പേക്കൂത്തുകളും നടക്കുന്നില്ല. ക്രൈസ്തവ സഹോദരങ്ങളുടെ വിവാഹങ്ങളിൽ യാതൊരു വിധത്തിലുള്ള പറയാൻ പാടില്ലാത്ത നിലയിലുള്ള ആചാരങ്ങളോ അല്ലെങ്കിൽ മോശമായ ഏതെങ്കിലും ശൈലികളോ ഒന്നും നടക്കുന്നില്ല. ഇതെല്ലാം നടക്കുന്നത് മുസ്ലിം സമുദായത്തിന്റെ കല്യാണങ്ങളിലാണ്. മഞ്ഞ കല്യാണം ഞാൻ പല വേദികളിലും അതിനെ സംബന്ധിച്ച് പറഞ്ഞെന്താണെന്നറിയോ? ഈ മഞ്ഞ കാർഡ് കൊടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആർക്കായി മഞ്ഞ കാർഡ് കിട്ടുക? നടു റോഡില് ആരെ വേണോ കുനിച്ചു നിർത്തി അവന്റെ കൂമ്പിനിടിച്ചാലും കേസാവാത്തൊരു വിഭാഗമുണ്ട്. പോലീസ് വരുമ്പോ മഞ്ഞക്കാർഡ് എടുത്ത് കാണിച്ചു കൊടുത്താൽ മതി. മാനസിക രോഗി അല്ലേ? മാനസിക രോഗികൾക്ക് കിട്ടുന്ന ഒരു കാർഡാണ് മഞ്ഞ കാർഡ്. ഈ മഞ്ഞ കാർഡ് എന്ന് പറയുന്നത് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് മാനസിക രോഗികൾക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെയാണല്ലോ. ഇതേ അവസ്ഥ തന്നെയാണ് ഞാൻ അതിനോട് ബന്ധപ്പെടുത്തി പറയുന്നത്. യാതൊരു നിലയിലും ഇസ്ലാമിന്റെ സംസ്കാരമല്ലാത്ത ഒരു മഞ്ഞ കല്യാണം. പിന്നെ ഒരു സന്തോഷമുള്ളത്, നിക്കാഹിന്റെ തലേ ദിവസമാക്കി ആ മഞ്ഞ കല്യാണം മാറി. അൽഹംദുലില്ലാഹ്, അതൊരളവോളം സന്തോഷകരമാണ്. നിക്കാഹിന്റെ അന്ന് വെക്കാതെ 2 ദിവസം മുമ്പ് എല്ലാരെയും വിളിച്ചിട്ട് 90 വയസ്സായ ഉമ്മാമായൊക്കെ മഞ്ഞ ഇട്ടുകൊണ്ട് നിൽക്കുന്ന കാണണം. ഇത് എവിടെ നിന്ന് കിട്ടിയ സംസ്കാരമാണ്? ഇത് ആരാ ഇത് പഠിപ്പിച്ചത്? നിങ്ങളൊരു മഞ്ഞ ഡ്രസ് ഇട്ടോളിൻ, ഒരു മഞ്ഞ ചുരിദാർ ഇട്ടോളിൻ, ഒരു മഞ്ഞ പർദ്ദ ഇട്ടോളിൻ. അതൊന്നും ഇസ്ലാമിൽ തെറ്റല്ല. ഇതൊരു സംസ്കാരമായി, ഇതൊരു ആചാരമായി, ഇതൊരു അനുഷ്ഠാനമായി അതിനെ ദീനിന്റെ പരിവേഷം കൊടുത്തിട്ട് ദീനിന്റെ പേര് കൊടുത്തുകൊണ്ട് ഇതെല്ലാം കാട്ടിക്കൂട്ടുമ്പോ നമുക്കത് പറയേണ്ടി വരുന്നു, അങ്ങനെ ഒരു സംസ്കാരം ഇസ്ലാമിൽ ഇല്ല എന്ന്. അങ്ങനെ ഒരു സംസ്കാരം ഇസ്ലാമിൽ ഇല്ല എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് വെറും ഭ്രാന്തന്മാരുടെ കല്യാണമായി മഞ്ഞ കല്യാണങ്ങൾ മാറിയിട്ടുണ്ട്. അള്ളാഹ് നമ്മുടെ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ. ഇതെന്താ കാര്യം എന്നറിയോ? പൈസ അങ്ങോട്ട് കൂടി, വിവരം അള്ളാഹ് കൊടുത്തില്ല. പണം ഇഷ്ടം പോലെ ഉണ്ട്, വിവരം അള്ളാഹ് കൊടുത്തില്ല. അങ്ങനെ വന്നപ്പോ എന്ത് ചെയ്തു? എന്തെങ്കിലുമൊക്കെ ചെലവാക്കണ്ടേ പൈസ കൊണ്ട്. അങ്ങനെ കാണിക്കുന്ന പരിപാടിയാണ് ആ പരിപാടി. അള്ളാഹു കാക്കട്ടെ. വിവരവും വേണം, അള്ളാഹു തരുന്ന സമ്പത്തും ഒരുമിച്ചായാൽ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാട്
നാടിന് ഗുണമാണ്, പള്ളിക്ക് ഗുണമാണ്, മഹല്ലത്തിന് ഗുണമാണ്, കുടുംബത്തിന് ഗുണമാണ്, എല്ലാവരെയും സഹായിക്കാനുള്ള നല്ല മനസ്സുണ്ട്. ഇത് ഒരു വിഭാഗം ആളുകളാണ്. ഇനി നാലിൽ രണ്ടാമത്തെ വിഭാഗം ആരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അബ്ദുൻ റസഖഹുല്ലാഹു ഇൽമാ. അല്ലാഹ് നല്ല വിവരം കൊടുത്തു, ബോധം കൊടുത്തു, തിരിച്ചറിവ് കൊടുത്തു. പക്ഷേ വലം യർസുഖുഹു മാലാ, അവന്റെ കയ്യിൽ ഒരു നയാ പൈസ എടുക്കാനില്ല, അവന്റെ കയ്യിൽ സമ്പത്തൊന്നുമില്ല, അവന്റെ കയ്യിൽ യാതൊരു നിലയിലുള്ള ബാങ്ക് അക്കൗണ്ടുകളോ ബാങ്ക് ബാലൻസുകളോ ഇല്ല. പക്ഷേ ഫഹുവ സാദിഖുൻ നിയ്യാ, അവന് ആഗ്രഹമുണ്ട്, പാവങ്ങളെ സഹായിക്കണമെന്ന മോഹമുണ്ട്, പള്ളിക്ക് കൊടുക്കണമെന്ന ആഗ്രഹമുണ്ട്, ഹജ്ജിന് പോകണമെന്ന കൊതിയുണ്ട്, കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്ന ചിന്തയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ അവന്റെ കയ്യിൽ പണം അല്ലാഹു കൊടുത്തിട്ടില്ല. ആവശ്യത്തിലധികം അല്ലാഹു ഇൽമു കൊടുത്തിട്ടുണ്ട്, പക്ഷേ കയ്യിൽ പണത്തിന്റെ കുറവേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തെന്നറിയോ? ഫഅജ്റുഹുമാ സവാ. നേരത്തെ പറഞ്ഞ വിഭാഗത്തിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം ഇവനും അല്ലാഹു കൊടുക്കുന്നതാണ്. കാരണം ഇവന്റെ മനസ്സെപ്പോഴും പറയുന്നത് എന്താണ്? എന്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ പാവങ്ങളെ സഹായിച്ചേനെ, എന്റെ കയ്യിൽ പണമുണ്ടായിരുന്നെങ്കിൽ ഞാൻ പെൺകുട്ടികളെ കെട്ടിച്ചയച്ചേനെ, എന്റെ കയ്യിൽ സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുത്തേനെ, എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചികിത്സ നിഷേധിക്കപ്പെട്ടവന് ചികിത്സയ്ക്ക് വക കണ്ടെത്തി കൊടുത്തേനെ, ഞാൻ അത് ചെയ്തേനെ ഇത് ചെയ്തേനെ എന്ന് പറഞ്ഞു ഇല്ലാത്ത പണത്തിന്റെ പേരിൽ ഉള്ള വിവരം വെച്ച് ആഗ്രഹത്തോടെ അഭിലാഷത്തോടെ ആ ഒരു സന്തോഷം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗത്തിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അജ്റുഹുമാ സവാ. നിനക്ക് അല്ലാഹു തആല വിവരേ തന്നിട്ടുള്ളൂ, പണം തന്നിട്ടില്ല. എന്തിന് സങ്കടപ്പെടണം? നിനക്ക് നല്ല ആഗ്രഹം ഉണ്ടല്ലോ, പൈസ ഉണ്ടെങ്കിൽ പാവങ്ങളെ സഹായിക്കണമെന്ന്. അല്ലാഹു നിനക്ക് ചെയ്തതിന്റെ കൂലി തരുമെന്നാണ്. അങ്ങനത്തെ വിഭാഗം നമ്മുടെ കൂട്ടത്തിലില്ലേ? നല്ല ആഗ്രഹമുണ്ട്. എന്റെ ഒരുപക്ഷെ എന്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു 60% ആളുകളും അങ്ങനെയാണ്. പൈസ ഇല്ലാത്തതിന്റെ ഒരു വേദന മാത്രമേ ഉള്ളൂ. ഈ ചില പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ ചാരിറ്റി പ്രവർത്തകര് ഓരോരുത്തർ ഇങ്ങനെ എന്താ ചെയ്യാ, ഈ ലൈവ് ഇട്ടിട്ട് പാവങ്ങളെ സഹായിക്കാറുണ്ട്. എന്റെ മഹല്ലത്തിൽ ഞാൻ ജുമയ്ക്ക് പോകുന്ന പള്ളിയില് ഒരു പാവപ്പെട്ട സഹോദരൻ, ഷെഫീഖ് എന്ന പേരുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഒരു റമദാൻ മാസത്തിന്റെ ഈ കഴിഞ്ഞതിന് മുമ്പത്തെ റമദാൻ മാസത്തില് അദ്ദേഹം 27-ാം രാവിന്റെ ആ ഒരു ഇബാദത്തൊക്കെ കഴിഞ്ഞ്, അഥവാ ആ ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവുകളിൽ ഒരു രാവാണല്ലോ 27-ാം രാവും. അന്നത്തെ ഇബാദത്തൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ അദ്ദേഹം ബൈക്ക് യാത്ര ചെയ്തു പോകുമ്പോൾ ആക്സിഡന്റ് ആയിട്ട് അദ്ദേഹം കിടപ്പിലായി പോയി. അദ്ദേഹത്തിന് 80 ലക്ഷം രൂപയോളം ആവശ്യമുണ്ട്, 1 കോടിയോളം രൂപ ആവശ്യമുണ്ട് ചികിത്സയ്ക്ക്. അങ്ങനെ കേരളത്തിലെ അറിയപ്പെട്ട ഒരു ചാരിറ്റി പ്രവർത്തകനെ കൊണ്ടുവന്ന് അവിടെ ലൈവ് ഇട്ടു. ആ ലൈവ് ഇട്ടതിനു ശേഷം അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ആ സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതാണ്. ഓരോരുത്തരും ഇട്ട പൈസ എത്രയെന്നറിയോ? 50 രൂപ ഇട്ടവരുണ്ട്, 100 രൂപ ഇട്ടവരുണ്ട്, 200 രൂപ ഇട്ടവരുണ്ട്, 25 രൂപ കൊടുത്തവരുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സാമ്പത്തിക ശേഷി ഇല്ലാത്ത അത്രയും ദരിദ്രരായ പാവങ്ങളായിരിക്കും 25 രൂപയും 50 രൂപയും ഒക്കെ അക്കൗണ്ടിൽ ഇടുക. അവർക്ക് കൊടുക്കാൻ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ കയ്യിൽ സാമ്പത്തികമായി യാതൊന്നും ഇല്ലാത്തതിന്റെ പേരിൽ ഉള്ളത് കൊടുത്തിട്ട് അവരതിന്റെ ഭാഗമാകാവുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. അല്ലാഹു തആല അവർക്ക് നല്ല ബോധം കൊടുത്തു, പക്ഷെ കയ്യിൽ പൈസ കൊടുത്തിട്ടില്ല. ഉള്ളത് അവര് ചെലവാക്കുകയാണ്. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു സമ്പത്തും വിജ്ഞാനവും അല്ലാഹു തആല കൊടുത്തിട്ട് ഈ നാട്ടിന് ഉപകരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കൊടുക്കുന്ന പ്രതിഫലം ഒട്ടും കുറയാതെ അല്ലാഹു അതുപോലെ ഇവർക്കും കൊടുക്കുമെന്നാണ്. ഇനി മൂന്നാമതൊരു വിഭാഗം ഉണ്ടാരെന്നറിയോ? ഇനി പറയുന്ന മൂന്നാമത്തെ വിഭാഗം ആദരവായ പ്രവാചകനെ പഠിപ്പിക്കുകയാണ്. അബ്ദുൻ റസഖഹുല്ലാഹു മാലാ. അല്ലാഹു അവന് സമ്പത്ത് കൊടുത്തു, ധാരാളം സമ്പത്ത് കൊടുത്തു, കോടാനകോടി സമ്പത്ത് അല്ലാഹു അവന് കൊടുത്തു. പക്ഷേ വലം യർസുഖുഹു ഇൽമാ,
അള്ളാഹു അവന് വിവരം കൊടുത്തിട്ടില്ല, അവന് അല്പം പോലും ബോധമില്ല, അവൻ അള്ളാഹു വിവേകം കൊടുത്തിട്ടില്ല. ധാരാളം സമ്പത്ത് അള്ളാഹു കൊടുത്തു, പക്ഷേ ഇൽമിന്റെ കുറവാണ്. ഫഹുവ യഖ്ബിതു ഫീ മാലിഹി ബിഗൈരി ഇൽമിൻ ലാ യത്തഖി റബ്ബാ വലാ യസിലു റഹിമാ. ആ പണം അവന് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അവനറിയില്ല. ഇഷ്ടം പോലെ സമ്പത്ത് അല്ലാഹു കൊടുത്തിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്നറിയില്ല, ആർക്കാണ് ചെലവ് ചെയ്യേണ്ടതെന്നറിയില്ല, ഏത് രീതിയിലാണ് സമ്പത്ത് വിനിയോഗിക്കേണ്ടതെന്നറിയില്ല. കുടുംബക്കാര് പട്ടിണി കിടക്കുകയാണ്, അവർക്ക് കൊടുക്കണമെന്നറിയില്ല. തന്റെ കുടുംബക്കാർക്ക് കൊടുത്താൽ മാത്രമേ തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്ന വിവരം അവനില്ല. അതുപോലെ തന്നെ അവന് ചെലവാക്കുന്നത് മദ്യപാനത്തിലും അതുപോലെ മധുരാശിക്കും വേണ്ടിയാ, അതുപോലെ മയക്കുമരുന്നിന് വേണ്ടിയിട്ടാണ്, നിശാ ക്ലബ്ബുകളിൽ വേണ്ടിയിട്ടാണ്, വ്യഭിചാരശാലകളിൽ കൊണ്ടാണ് അവനെ ചെലവാക്കുന്നത്. അള്ളാഹു ധാരാളം സമ്പത്ത് കൊടുത്തു, പക്ഷേ വിവരം കൊടുക്കാത്തതിന്റെ പേരിൽ ഇവൻ അല്ല കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ? ലോകം കണ്ട ഏറ്റവും നിന്ദ്യനാണ്, നീചനാണ്, വിവരമില്ലാതെ അല്ല സമ്പത്ത് കൊടുത്തവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവന് ചെലവാക്കുന്നത് വിവരമില്ലാതെയാണ്. അവൻ അല്ലാഹു തആല നാട്ടിലെ ഏറ്റവും മോശപ്പെട്ടവനാക്കി മാറ്റുകയാ. നമ്മുടെയൊക്കെ നാടുകളിൽ ധാരാളം ആളുകളുണ്ട്. അയാളോട് ചോദിക്കുന്നു, നിങ്ങൾ പണം എന്തേ ചെലവാക്കുന്നത്? ആ പണം സിനിമയ്ക്ക് വേണ്ടി ഇറക്കുകയാ, ആ പണം മദ്യഷാപ്പ് തുറക്കാൻ വേണ്ടി ഇറക്കുകയാ, ആ പണം വ്യഭിചാരശാലയ്ക്ക് വേണ്ടി ഇറക്കുകയാ, ആ പണം തിയേറ്റർ നിർമ്മാണത്തിന് വേണ്ടി ഇറക്കുകയാ. പക്ഷേ പള്ളിക്ക് വേണ്ടി ചോദിച്ചാൽ 1000 രൂപ കൊടുക്കാൻ മനസ്സില്ല. പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കേക്കാൻ ചോദിച്ചാൽ അവർക്ക് കൊടുക്കാൻ മനസ്സില്ല. ഇവനെ പറ്റി റസൂലുള്ള പറയുന്നത് അഖ്ബസുൽ മനാസിലി, ഏറ്റവും നിന്ദ്യനാണ്, നീചനാണെന്ന് പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇതോട് ബന്ധപ്പെടുത്തി പറയാം, നാലാമതൊരു വിഭാഗമുണ്ട്. അബ്ദുൻ ലം യർസുഖുല്ലാഹു മാലൻ വലാ ഇൽമാ. അല്ലാഹു സമ്പത്തും കൊടുത്തിട്ടില്ല, വിവരവും കൊടുത്തിട്ടില്ല. ഈ വിഭാഗം ആളുകൾ ധാരാളം നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. അവരാഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ? പടച്ചവനെ, എനിക്ക് പൈസ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ കള്ളുഷാപ്പ് ഞാനും തുറന്നേനെ, എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ തിയേറ്റർ തുടങ്ങിയേനെ, എനിക്ക് പണമുണ്ടായിരുന്നെങ്കിൽ ഞാനും ഇതുപോലെ കുടിച്ചു നടന്നേനെ. കാരണം അവൻ അല്ലാഹു വിവരവും കൊടുത്തില്ല, സമ്പത്തും കൊടുത്തില്ല. ഇത് നാലാമത്തെ വിഭാഗമാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൂന്നാമത് പറഞ്ഞ വിവരം കൊടുക്കാതെ സമ്പത്ത് കൊടുത്തു മോശമായ രീതിയിൽ സഞ്ചരിക്കുന്നവന് അല്ല കൊടുക്കുന്ന ശിക്ഷ എന്താണോ? അതേ ശിക്ഷ യവനും കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ചിന്തിച്ചു നോക്കിയേ, എന്താ ഈ നാലാമൻ ചെയ്ത തെറ്റ്? ഈ നാലാമൻ ചെയ്ത തെറ്റെന്താ? അത് പറയാനാ ഞാൻ ഇത്രയും പറഞ്ഞത്. ഈ നാലാമത്തവൻ ആരാണ്? ആദ്യം പറഞ്ഞ വിഭാഗം അല്ലാഹു ഇഷ്ടം പോലെ സമ്പത്ത് കൊടുത്തു, അതോടൊപ്പം തന്നെ വിവരവും കൊടുത്തു. അവന് സമ്പത്ത് എന്ത് ചെയ്യണോ നന്നായിട്ടറിയാം, ആർക്ക് കൊടുക്കണോ നന്നായിട്ടറിയാം. അള്ളാനെ സൂക്ഷിച്ച് കുടുംബം എന്തൊക്കെ ചേർത്ത് റാഹത്തായിട്ട് പോകുന്നു, അവൻ ഏറ്റവും നല്ലവനാണ്. രണ്ടാമതൊരു വിഭാഗം അല്ലാഹു സമ്പത്ത് കൊടുത്തില്ല, പക്ഷെ വിവരം കൊടുത്തു. അവൻ ആഗ്രഹിക്കുന്നുണ്ട്, പടച്ചോനെ സമ്പത്ത് ഉണ്ടായിരുന്നെങ്കിലും പള്ളിക്ക് കൊടുക്കാം, പൈസ ഉണ്ടായിരുന്നെങ്കിൽ പാവങ്ങൾ കൊടുക്കായിരുന്നു. അവൻ കൊടുത്തില്ലെങ്കിൽ പോലും അവന്റെ നീയത്തനുസരിച്ച് അല്ലാഹു തആല നല്ല പ്രതിഫലം കൊടുക്കാൻ, ആദ്യത്തെ ആ കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിനും കൊടുക്കാൻ. ഇനി മൂന്നാമതൊരു വിഭാഗം ആള് വിവരം അല്ല കൊടുത്തില്ല, പണം ഇഷ്ടം പോലെ കൊടുത്തു. അവന് ഏതൊക്കെയോ തോന്നിയ രീതിയിൽ അവനെ ചെലവഴിക്കുന്നു. അവന് കുടുംബബന്ധം ചേർക്കാൻ അറിയില്ല, അവന് പാവങ്ങളെ സഹായിക്കാൻ അറിയില്ല. അവൻ ഏറ്റവും ദുർഘടം പിടിച്ചവനാണ്, ഏറ്റവും മോശപ്പെട്ടവനാണ്. നാലാമതൊരു വിഭാഗം അല്ല വിവരവും കൊടുത്തില്ല, പൈസയും കൊടുത്തില്ല. ആ വിവരം ഇല്ലാത്തത് കൊണ്ട് അവൻ പറയുന്നത് എന്താണെന്നറിയോ? എന്റെ പൈസ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ മദ്യം കുടിച്ചേനെ, എന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2 എണ്ണം വീശിയേനെ. ഈ പറയുന്നവൻ അല്ലാഹു തആല മൂന്നാമന് കൊടുക്കുന്ന അതേ ശിക്ഷ കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്താ കാര്യം? ഈ നാലാമത് പറഞ്ഞ വിഭാഗം ആളുകൾ മോഹങ്ങളെ ചുമക്കുന്നവരാണ്, മോഹങ്ങളെ ചുമക്കുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ പാപങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല, പക്ഷെ നമ്മൾ എന്താ പറയുന്നത്? എന്റെ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അതുപോലെ ആയേനെ. ഈ പറയുന്ന മോഹങ്ങളെ ചുമക്കുന്ന ഒറ്റ കാരണം കൊണ്ട് നാളെ പരലോകത്ത് നിന്റെ യാത്ര വല്ലാത്ത ഭാരമാണ് മോനെ, വല്ലാത്ത ഭാരമാണ് നാളെ പരലോകത്ത് നിന്റെ യാത്ര. അനന്തമായ പരലോകത്തേക്കുള്ള നിന്റെ യാത്ര വല്ലാത്ത
വല്ലാത്ത ഭാരമായി പോകും. എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ജീവിതത്തിൽ നീ മോഹങ്ങളെ ചുമക്കുകയാണ്. ഇന്ന് സമ്പത്ത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എന്തു ആവാം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഏതെല്ലാ രീതിയിൽ അടിച്ചു പൊളിച്ച് നടക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു കാര്യം അടിവരയിട്ട് പറയാം. ലോകത്ത് എല്ലാ പ്രശ്നങ്ങളുടെ പിന്നിലും എന്തിനാണ് ഇപ്പൊ ഇതുവഴി വാഹനങ്ങൾ പോകുന്നു, തിരിച്ചു വാഹനങ്ങൾ പോകുന്നു. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നെങ്കിലും പലരുടെയും ചിന്ത നാളത്തെ കാര്യങ്ങൾ. ഈ അറബിക്കടൽ, ഈ കടലിലേക്ക് പങ്കായം പിടിച്ച് തഴമ്പിച്ച കൈകൾ എത്രയോ കൊതുമ്പ് വള്ളവുമായിട്ട് രാവിലെ അല്ലെങ്കിൽ രാത്രി പാതിരാത്രികളിൽ അല്ലെങ്കിൽ രാത്രിയുടെ 3-ാം യാമങ്ങളിൽ കടൽ വിഭവങ്ങൾ തേടി യാത്ര തിരിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നത് ജീവിക്കണം, സമ്പത്ത് ഉണ്ടാക്കണമെന്നാണ്. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. പക്ഷെ നമ്മൾ അധികമായി എന്തൊക്കെ ചിന്തിക്കുന്നോ അത് നമുക്ക് ഭാരമാണ്. ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തരാം. ഒരിക്കൽ ഒരു രാജാവിന്റെ മുന്നിൽ വന്നിട്ട് ഒരു മനുഷ്യൻ സങ്കടം ബോധിപ്പിച്ചു. കൊട്ടാരത്തിന്റെ മുന്നിൽ വന്നിട്ട് അയാൾ സങ്കടം ബോധിപ്പിച്ചത് തനിക്ക് ജീവിക്കാനുള്ള വകകളൊന്നുമില്ല, എന്തെങ്കിലും തന്നെ സഹായിക്കണമെന്ന് രാജകൊട്ടാരത്തിൽ വന്ന് രാജാവിനോട് ആഗ്രഹത്തോടെ അറിയിക്കുമ്പോ രാജാവ് ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? അയാൾ പറഞ്ഞു, എന്ത് കിട്ടിയാലും തരക്കേടില്ല, എനിക്കെന്തായിരുന്നാലും ജീവിക്കാൻ വകയൊന്നുമില്ല. അവസാനം രാജാവ് പറഞ്ഞ ഒരു നിബന്ധന എന്താണെന്നറിയോ? നീ ഇവിടെ നിന്ന് നടക്കണം, എവിടെ നിൽക്കുമോ അവിടം വരെ നിനക്ക് എഴുതി തന്നേക്കാം. പുന്നപ്പുറയിൽ നിങ്ങളോടങ്ങാനം ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ ഇവിടെങ്ങാനം നിൽക്കുവോ? തിരുവനന്തപുരത്തുള്ള എന്നോട് പറഞ്ഞാൽ ഞാൻ എത്ര ദൂരം വേണമെങ്കിലും യാത്ര ചെയ്യൂലേ? രാജാവ് പറയാണ്, നീ ഇവിടെ നിന്ന് നടക്ക്, എവിടെ നിൽക്കും അവിടം വരെ എഴുതി തന്നേക്കാം. ഇതിനപ്പുറം ഇനി എന്താ വേണ്ടത്? അയാൾ നടത്തം ആരംഭിച്ചു. നടന്ന് മോഹങ്ങളാണല്ലോ മനുഷ്യനെ ജീവിക്കാൻ അനുവദിക്കുക. ഇയാൾ എന്ത് ചെയ്തു? കുറെ നടന്നു. ഇയാൾക്ക് നിൽക്കാൻ ഒരു മടി. കാരണം നിന്നാൽ അവിടം വരെ തന്റെ രാജാവ് തനിക്ക് എഴുതി തരൂ. പക്ഷേ എവിടം വരെ ഓടാൻ പറ്റുമോ, നടക്കാൻ പറ്റുമോ, അവിടം വരെ ഓടുക തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഇയാൾ ഓടി. നടത്തം ഓട്ടമായി, ഓട്ടം പിന്നെ നെട്ടോട്ടമായി. അങ്ങനെ ഓടി കാണുന്ന എല്ലാ സ്ഥലങ്ങളിലും ഇയാൾ യാത്ര ചെയ്തു. ഒരു തെങ്ങിൻ തോപ്പിലിറങ്ങിയാൽ മോഹം കവുങ്ങിൻ തോട്ടത്തിൽ കയറണമെന്ന്, അതും കൂടെ കിട്ടുമല്ലോ. അങ്ങനെ അവിടെ ചാടിക്കേറി. അത് കഴിഞ്ഞ് റബ്ബർ തോട്ടത്തിൽ കയറി. അവിടെ നിന്ന് വീണ്ടും ഓടുകയാൻ, നിൽക്കാൻ പാടില്ല. നിന്ന് കഴിഞ്ഞാൽ അത്രയും ഭാഗമേ തനിക്ക് കിട്ടൂ. ജീവിതത്തിലെ മോഹങ്ങൾ ഒരു മനുഷ്യനെ എത്രത്തോളം ഭാരമുള്ളതാക്കി മാറ്റുന്നു എന്നതിന് ഇതിനപ്പുറം വേറെ ഉദാഹരണം വേണ്ട. ഇയാൾ ഓടി എവിടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ പറ്റുമോ അവിടെ ഒക്കെ ഓടി. അവസാനം കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ, കൊട്ടാരത്തിന്റെ മുൻഭാഗത്തെ പിറകുവശത്തയാൾ ഓടിയെത്തിയപ്പോഴേക്കും രാജാവ് മുന്നിലേക്ക് വന്നു. തന്റെ ഒരു ഭരണീയനായ ഒരു മനുഷ്യന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ ഓടിയ സ്ഥലം അത്രയും അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ച് രാജാവ് വന്നു. പക്ഷേ കഥ അറിയണോ? ഈ ഓടിക്കിതച്ച് ഈ മനുഷ്യൻ ഇങ്ങനെ നെട്ടോട്ടം ഓടി കിതച്ച് ഈ മനുഷ്യൻ കൊട്ടാരത്തിന്റെ മറുഭാഗത്തെത്തിയിട്ട് നിന്നു. ഒരു വല്ലാത്ത തലക്കറക്കം വന്നു. അയാൾ തലകറങ്ങി വീണു. വായിലൂടെ നുരയും പതയും വന്നു. അത്ര ഓട്ടമല്ലായിരുന്നു ഈ മനുഷ്യ ഓടിയത്. ഇയാൾ തളർന്നു വീണു. കുലുക്കി നോക്കുമ്പോ ജീവനില്ല. ബന്ധുക്കളോട് ചോദിച്ചു, ഇനി എന്ത് ചെയ്യാനാ? അവര് പറഞ്ഞു, കുഴിച്ചിടാൻ 6 അടി മണ്ണ് കൊടുക്കുക. അങ്ങനെ കൊട്ടാരത്തിന്റെ പിൻഭാഗത്ത് ഇയാൾ അടക്കാൻ വേണ്ടി ഒരു 6 അടി മണ്ണ് കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇയാൾ ഇത്രയും ഓടിയത് മോഹങ്ങളുമായിട്ടാണ്. ഈ മോഹങ്ങളുമായിട്ട് ഇയാൾക്ക് യാത്ര ചെയ്യാൻ എത്ര ഭാരമായിരുന്നു. ഇയാൾ കുറച്ച് നടന്നിട്ട് അത്രയും മതിയെന്ന മോഹത്തോടെ നിന്നിരുന്നെങ്കിൽ എത്ര നാൾ ജീവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ഈ മനുഷ്യന്റെ ഓട്ടം നെട്ടോട്ടമായി. അവസാനം അയാൾ നുരയും പതയും വന്ന് തളർന്ന് തകർന്നു വീണ് അയാൾ അവിടെ മരിച്ചു പോയപ്പോ അയാൾക്ക് ആകെ ഉപകരിച്ചത് എന്താ? 6 അടി മണ്ണ്. ഇത് തന്നെയല്ലേ നമ്മുടെ അവസ്ഥ? വിദേശത്ത് പോയി 10-40 കൊല്ലം ഗൾഫിൽ പണിയെടുത്തു. ആ പണിയെടുത്തിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കൂല. കാരണം ഉണ്ടാക്കി കഴിക്കണം, സ്വന്തമായിട്ട് പാകം ചെയ്ത് കഴിക്കണം. ഇയാൾ ആ സമയം കൂടി എന്തെങ്കിലും ഒരു പണിയെടുത്തിട്ട് കുടുംബത്തിന് എന്തെങ്കിലും അയച്ചു കൊടുക്കാന്നും പറഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്യും? പണിയെടുക്കാൻ തുടങ്ങും. ആ മനുഷ്യൻ പാവപ്പെട്ട 10-40 വർഷം വിദേശത്ത് പണിയെടുത്തിട്ട് നല്ലത് ഉടുത്തിട്ടില്ല, നല്ലത് കഴിച്ചിട്ടില്ല, നല്ലത് കുടിച്ചിട്ടില്ല. ഇയാളെല്ലാം നാട്ടിലയച്ചു.
അങ്ങനെ ഭാര്യ മക്കൾ വളർന്നു പന്തലിച്ചു. വീടായി, പറമ്പായി, മതിലായി, കാറായി, കാർ പോർച്ചായി, ബാങ്ക് ബാലൻസായി, സ്ഥാപനങ്ങളായി, വാടക കിട്ടുന്ന കെട്ടിടങ്ങളായി. ഈ മനുഷ്യൻ 40 കൊല്ലത്തെ ഗൾഫ് ജീവിതം അവസാനിപ്പിച്ച് അവിടെ നിന്ന് വണ്ടി കയറി, വിമാനത്താവളത്തിലെത്തി, എയർപോർട്ടിലെത്തി. അവിടെ നിന്ന് അയാൾ നാട്ടിലേക്ക് വന്നു. ഭാര്യയും മക്കളും കൂടി വിളിച്ചു കൊണ്ടുവന്നു, വീട്ടിലേക്ക് വന്നു. 40 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിന്റെ അവസാനം ഇനി നാട്ടിലേക്ക് തിരിച്ച് ഗൾഫിലേക്കില്ല എന്ന വാർത്ത ഭാര്യ മക്കളോട് പറഞ്ഞു. ഭാര്യ മക്കൾ പറഞ്ഞു, ഉണ്ടല്ലോ, നമുക്ക് ഇഷ്ടം പോലെ ആയല്ലോ. നിങ്ങളൊരു മനുഷ്യൻ കഷ്ടപ്പെട്ട് വീടായി, വസ്തുവായി, പറമ്പായി, മതിലായി, കാറായി, അക്കൗണ്ടായി, സ്ഥാപനങ്ങളായി, വാടക കെട്ടിടങ്ങളായി, ഇനി ഒരു പുരുഷായുസ് മുഴുവനും നമുക്ക് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം. ഇതൊക്കെ പറഞ്ഞ് സന്തോഷവതിയായ ഭാര്യ അകത്ത് ചെന്ന് ഭക്ഷണം എടുത്തോണ്ട് വരുമ്പോ ഭർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണെന്നറിയോ? എന്റെ പൊന്നുമോളെ, ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റൂല, ഇതൊന്നും എനിക്ക് കഴിക്കാൻ പറ്റൂല. എന്താ കാര്യമെന്ന് ചോദിക്കുമ്പോ ഭർത്താവ് പറയുന്നത്, ഷുഗർ ഹൈയ, കൊളസ്ട്രോൾ ഹൈയ, എനിക്ക് ഒരു ചപ്പാത്തി അത് മാത്രം മതി. ഞാൻ ഒരൊറ്റ നിമിഷം ചോദിക്കുക, ആലപ്പുഴയിലെ പുന്നപ്രയിലെ നിങ്ങളോട്, ഈ 40 കൊല്ലം ഇയാൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ആർക്ക് തിന്നാനാ? ഒരു കുബൂസ് കഴിച്ചുകൊണ്ട് അയാൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയല്ലോ. നാട്ടിലേക്ക് കയറി വന്നിട്ട് നന്നായിട്ടൊന്ന് ഭക്ഷണം കഴിക്കാൻ പോട്ടെ, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നപ്പോൾ, ഒരു കട്ടൻ ചായ കൊണ്ടുവന്നപ്പോൾ, ഒരു ജ്യൂസ് അടിച്ചു കൊണ്ടുവന്നപ്പോൾ അതിൽ ഷുഗർ ഉണ്ടെന്നറിഞ്ഞപ്പോൾ പറയുന്നു, വേണ്ട, എനിക്ക് ചൂടുവെള്ളം മതി. എന്തേ? 40 കൊല്ലം വിദേശ രാജ്യത്ത് കഴുതയെ പോലെ പണിയെടുത്ത പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, സമ്പാദിച്ചതും അധ്വാനിച്ചതും ഉണ്ടാക്കിയതും കഷ്ടപ്പെട്ടതെല്ലാം ഞാൻ തന്നെ, നിങ്ങളെല്ലാം സന്തോഷത്തോടെ കഴിച്ചു, ശരിയാ, പക്ഷെ ഇപ്പൊ പോലും എനിക്കൊരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കഴിയില്ല. ആ നിലയിൽ ഞാൻ രോഗിയായി പോയി മോളെ എന്ന് പറഞ്ഞിട്ട് അധ്വാനിച്ചത് സുഖിക്കാനുള്ള ഭാഗ്യമില്ലാതെ പോയ, വില കൂടിയ വസ്ത്രം ധരിക്കാതെ, വില കുറഞ്ഞ വസ്ത്രം ധരിച്ചിട്ട്, വില കുറഞ്ഞ ഭക്ഷണം കഴിച്ചിട്ട്, വില കുറഞ്ഞ തുണി ഉടുത്തിട്ട്, വില കൂടിയ മരുന്നും കഴിച്ച് തന്റെ വിലപ്പെട്ട ജീവിതമെല്ലാം മരുപ്പച്ചകലയായ മരുഭൂമിയിൽ അവസാനിപ്പിച്ച് തിരികെ നാട്ടിലെത്തുന്നവന്റെ പേരല്ലേ പ്രവാസി, അവനല്ലേ ഗൾഫുകാരൻ, അവനല്ലേ പ്രിയപ്പെട്ടവരെ പേർഷ്യക്കാരൻ, അവനല്ലേ വിദേശത്ത് പണിയെടുക്കാൻ പോയ മറ്റുള്ളവരുടെ കണ്ണിലുള്ള ഗൾഫിലെ പ്രവാസി എന്ന് വിളിക്കുന്ന ആ മനുഷ്യന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന്റെ മോഹം എത്രയാണ്, മോഹം എത്രയാ. അല്ലാഹുവിന്റെ ഹബീബ് അവിടെ നിന്ന് പറഞ്ഞല്ലോ, യഹ്റുമു ബിനു ആദമ വതശിബ്ബു മിൻ ഹുസ്നതാ, ഒരു മനുഷ്യന്റെ ശരീരം മുഴുവനും വാർദ്ധക്യത്തിലെത്തുന്നതാ. ചോദിക്കട്ടെ, കാല് വാർദ്ധക്യത്തിലെത്തൂലേ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. കാരണം ഓടിച്ചാടി നടന്നവനാണിപ്പോ നിനക്ക് നടക്കാൻ പറ്റുന്നില്ല. കാരണം കാലുകൾ പ്രായമായി, കാലുകൾക്ക് വാർദ്ധക്യം വന്നു പോയി. നിന്റെ കൈകൾ വാർദ്ധക്യത്തിലെത്തൂലേ? ഇന്ന് നല്ല ആരോഗ്യമുള്ള നിന്റെ കൈകളുണ്ടല്ലോ, ഒരവസരത്തിൽ ഒരു ചായ പോലും പിടിക്കാൻ കഴിയാതെ കൈ വിറയ്ക്കാൻ തുടങ്ങുന്നൊരു സമയം വരാനുണ്ട്. നിന്റെ കൈക്ക് വാർദ്ധക്യം വന്നു, നിന്റെ കണ്ണ് വാർദ്ധക്യത്തിലെത്തി, എല്ലാം നിനക്ക് പഴയതുപോലെ കാണാൻ പറ്റുന്നില്ല. നിന്റെ കാതുകൾ ഇതാ വാർദ്ധക്യത്തിലെത്തി, പഴയതുപോലെ കേൾക്കാൻ പറ്റുന്നില്ല. നിന്റെ ശരീരത്തിന്റെ തൊലികൾ പോലും വാർദ്ധക്യത്തിലെത്തി, വറ്റി വരണ്ട വയലേലകൾ പോലെ നിന്റെ തൊലികൾ വിണ്ടുകീറാൻ തുടങ്ങി. അഷ്റഫുൽ ഖൽഖ് പറയുകയാണ്, നിന്റെ ചിന്തകൾ പോലും വാർദ്ധക്യത്തിലെത്തും. എന്തുകൊണ്ടെന്നറിയോ? പഴയ ഓർമ്മകളൊന്നും നിനക്ക് നിൽക്കുന്നില്ല. യഹ്റുമു ബിനു ആദമ വതശിബ്ബു മിൻഹു ഇസ്നതാ, രണ്ട് കാര്യങ്ങൾ എപ്പോഴും യുവത്വത്തിലായിരിക്കും. രണ്ട് കാര്യം എപ്പോഴും നല്ല ചുറുചുറുക്കായിരിക്കും. ശരീരത്തിന്റെ ഭാഗം മുഴുവനും വാർദ്ധക്യം പ്രാപിച്ചാൽ രണ്ട് കാര്യങ്ങൾക്ക് വാർദ്ധക്യമില്ല. അതേതാണ്? ഒന്ന് അൽ ഹിർസു അലൽ മാൽ, ഒന്ന് സമ്പത്തിനോടുള്ള നിന്റെ ആർത്തിയാണ്. രണ്ടാമത്തേത് അൽ ഹിർസു അലൽ ഉംരി, നിന്റെ ആയുസ്സിനോടുള്ള നിന്റെ താല്പര്യം.
ഇത് രണ്ടിനും ഒരിക്കൽ പോലും വാർദ്ധക്യം പ്രാപിക്കുന്നില്ല. ഇത് രണ്ടും എപ്പോഴും യുവത്വമായി തന്നെ നിൽക്കും. ശരിയല്ലേ? ചിന്തകളും കാഴ്ചയും കേൾവിയും നടത്തവും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വാർദ്ധക്യത്തിലെത്തി, എല്ലാം പ്രായമായി. പക്ഷേ ഇപ്പോഴും പ്രായമാകാതെ നല്ല യുവത്വം പ്രാപിച്ച് നല്ല ആരോഗ്യ ദൃഢഗാത്രമായി നിൽക്കുന്ന രണ്ട് വസ്തുക്കൾ, ഒന്ന് സമ്പത്തിനോടുള്ള നിന്റെ മോഹവും മറ്റൊന്ന് നിന്റെ ആയുസ്സിനോടുള്ള നിന്റെ താല്പര്യവുമാണ്. ശരിയല്ലേ? 90 വയസ്സായ ആളിനോടും ചോദിക്കും മരിക്കണ്ടേ? ഓ 120 വരെ പോട്ടെ എന്നാ പറയുന്നത്. 120 വരെ പോട്ടെ. 100 വയസ്സായാലും പറയും ഒരു 20 കൊല്ലം കൂടെ പോട്ടെ. പൈസ മതി എന്ന് പറയുന്ന ആരാളുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 5000 രൂപ 1000 രൂപ പണിയെടുക്കുമ്പോ കിട്ടുന്നവന് 2000 രൂപ കൊടുത്താൽ എനിക്കത് വേണ്ട, 1000 രൂപ മതി എന്ന് പറഞ്ഞിട്ട് 1000 രൂപ തിരിച്ചു കൊടുത്ത ഏതെങ്കിലും ജോലിക്കാരുണ്ടോ? ഏതെങ്കിലും തൊഴിലാളികൾ ഉണ്ടോ? ഉണ്ടാവൂല. കാരണം എത്ര പ്രായം ചെന്നാലും നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പുണ്ടാകുന്ന രണ്ടാമത്തേത് മോഹങ്ങൾ, നമ്മുടെ ജീവിക്കാനുള്ള മോഹവും സമ്പത്തിനോടുള്ള മോഹവുമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ പരലോക യാത്രയിൽ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവരെ ഭാരമാകുന്നത് അവന്റെ പാപങ്ങളാണ്. ആ പാപങ്ങൾ മാറ്റിവെച്ചിട്ട് പാപഭാരമില്ലാതെ യാത്ര ചെയ്യണം. അതിന് ഹൃദയം വിശാലമാകണം. രണ്ടാമത്തേത് അവന്റെ മോഹങ്ങൾ മാറ്റിവെക്കണമെന്നാണ്. അവന്റെ മോഹങ്ങളെ മാറ്റിവെക്കണമെന്നാണ്. ആ മോഹങ്ങളെ മാറ്റിവെച്ചിട്ട് ആ മോഹഭാരമില്ലാതെ പരലോകത്തേക്ക് യാത്ര ചെയ്യണം. ലോകത്തെ ഏറ്റവും വലിയ ധനാഢ്യനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാ. സൂറത്തുൽ ഖസസിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്ന ഒരു ധനാഢ്യനുണ്ട്. ഇന്നത്തെ ഏറ്റവും വലിയ അദാനിമാരെ പോലെ അംബാനിമാരെ പോലെ എല്ലാ സമ്പന്നന്റെ കഥ. പ്രിയപ്പെട്ടവരെ, ഇവരുടെയൊക്കെ സമ്പത്ത് നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. 4000 കോടി, 5000 കോടി, 1 ലക്ഷം കോടി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇവിടെ ഞാൻ പറയാൻ പോകുന്ന കോടീശ്വരന്റെ സമ്പത്തിന്റെ അതിന്റെ വിശാലത നിങ്ങൾക്കറിയണോ? പ്രിയപ്പെട്ടവരെ, അവന്റെ സമ്പത്തിന്റെ ഖജനാവിന്റെ താക്കോല് സ്വത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഖജനാവിന്റെ താക്കോൽ കൂട്ടങ്ങൾ, ആ താക്കോല് ചുമക്കാൻ 70ഓളം വരുന്ന കുതിരകൾ 70ഓളം വരുന്ന കുതിരകൾക്ക് ചുമക്കാൻ പറ്റുന്ന അത്രയും ചാവി താക്കോൽ. ആലോചിച്ച് നോക്കിയേ. അപ്പൊ എത്ര സമ്പത്തുണ്ടായിരിക്കും? അയാളുടെ സമ്പത്തിന്റെ, അയാളുടെ മുതൽ, അയാളുടെ സമ്പൽ സമൃദ്ധിയുടെ ഏറ്റവും വലിയ ഉദാഹരണം അയാളുടെ സ്വത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഖജനാവിന്റെ താക്കോല് സൂക്ഷിക്കാൻ 70ഓളം വരുന്ന കുതിരകൾ 70ഓളം വരുന്ന കുതിരകൾ, ശക്തന്മാരായ 70ഓളം വരുന്ന കുതിരകൾ ചുമക്കുന്ന അത്രയും വലിയ താക്കോൽ കൂട്ടങ്ങളുള്ള ആ താക്കോൽ കൂട്ടങ്ങൾ കൊണ്ട് തുറക്കാൻ പറ്റുന്ന ഖജനാവിന്റെ ഉടമയായ ഒരു സമ്പന്നനുണ്ടായിരുന്നു. പേര് ഖാറൂൻ എന്നാണ്. ആ ഖാറൂൻ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ടവനാണ്. അയാൾ കോടീശ്വരനായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കോടീശ്വരൻ എന്ന് പറയുന്നത് തന്നെ ലിമിറ്റ്സ് ഉണ്ട്. ശതകോടീശ്വരൻ എന്ന് പറയുന്നതിന് ലിമിറ്റ് ഉണ്ട്. ഇയാളുടെ സമ്പത്തിന് യാതൊരു കണക്കുമില്ലാത്ത അവസ്ഥയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സമ്പത്ത് വാരിക്കോരി കൊടുത്തു. പക്ഷേ അയാൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ എന്തായിരുന്നു അയാളുടെ അവസ്ഥ എന്നറിയോ? അയാൾ ഈ പ്രൗഢിയോടുകൂടി ജനങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങിപ്പോകുമ്പോ ഫഖറജ അലാ ഖൗമിഹി ഫീ സീനതിഹി ഖാലല്ലദീന يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون إنه لذو حظ عظيم. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖസസിലൂടെ പടച്ച റബ്ബ് പറയുകയാ, ഖാറൂൻ എന്ന് പറയുന്ന ധനാഢ്യനായ സമ്പന്നനായ മുതലാളി അയാൾ ജനങ്ങളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ എങ്ങനെയാണ് പോകുന്നത്? ഫീ സീനതിഹി, തന്റെ സമ്പത്തിന്റെ പ്രൗഢിയും തന്റെ സമ്പത്തിന്റെ അഴകോടും കൂടി അയാൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പോകുമ്പോ ആളുകൾ പറയും, ഏതാളുകളാണ് യുരീദൂനൽ ഹയാത്ത ദുനിയാ, ഈ ഭൗതിക ലോകത്തെ ജീവിതം ആഗ്രഹിക്കുന്ന ദുനിയാമോഹികൾ, ദുനിയാ പൂജകരായ ജനങ്ങൾ പറയുമായിരുന്നു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ,
ഈ ഖാറൂൻ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിലെന്ന് നമ്മളിൽ എത്ര പേര് പറഞ്ഞിട്ടുണ്ട്. വലിയ വലിയ മുതലാളിമാരെ കാണുമ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, അയാളുടെ സമ്പത്ത് അല്ല എനിക്ക് തന്നിരുന്നെങ്കിലോ എന്ന്. എന്നിട്ട് നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, ഇന്നഹു ലദു ഹള്ളിൻ അലീം. ഇത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ അയാൾക്ക് അല്ല കൊടുത്തത്. അല്ല കൊടുത്ത വല്ലാത്തൊരു ഭാഗ്യം തന്നെയാണ്. ഖാറൂന്റെ ജനത പറയാൻ തുടങ്ങിയ വാക്കിതാണ്. ദുനിയാവിനോടുള്ള മോഹം കൊണ്ട് ഖാറൂൻ ഇറങ്ങി വരുമ്പോ ഖാറൂന്റെ ജനത പറയുമായിരുന്നു, യാ ലൈത ലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഖാറൂൻ അല്ല കൊടുത്തതുപോലെ ഞങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ. ഇന്നഹു ലദു ഹള്ളിൻ അലീം. ഇത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ, ഇത് വല്ലാത്തൊരു ഭാഗ്യം തന്നെ. ഈ ഖാറൂൻ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ആളുകൾ വലിയ ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. നിങ്ങൾക്കറിയണോ, ഖാറൂനെ അല്ലാഹു തആല അങ്ങ് നശിപ്പിച്ചു. ഈ ഖാറൂനെ അല്ലാഹു തആല നശിപ്പിച്ച് അവന്റെ സമ്പൽ സമൃദ്ധിയോടുകൂടി അല്ലാഹു തആല ഭൂമിയിലേക്ക് അങ്ങ് ആഴ്ത്തിക്കളഞ്ഞു. ആ സമയത്ത് ഈ ജനത നേരെ തിരിച്ചു പറഞ്ഞു. ഈ ജനത എന്താ പറഞ്ഞെന്നറിയോ? വസ്ബഹല്ലദീന തമന്നൂ മകാനഹു ബിൽഅംസ് യഖൂലൂന വൈക അന്നല്ലാഹ യബ്സുത്തു റിസ്ഖ ലിമൻ യശാ മിൻ ഇബാദിഹി വയഖദിർ ലൗലാ അമ്മന്നല്ലാഹു അലൈനാ ലഖസഫ ബിനാ. ഇതേ ജനത തിരിച്ചു പറഞ്ഞു. അവരെന്താ പറഞ്ഞത്? ഖാറൂൻ എന്ന് പറയുന്ന സമ്പന്നനായ മുതലാളി, ആ മുതലാളിക്ക് അല്ലാഹു കൊടുത്ത സമ്പത്ത് നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഖാറൂൻ നശിച്ചതുപോലെ നമ്മളും നശിക്കുമായിരുന്നല്ലോ. ഈ ഖാറൂൻ നശിച്ചതുപോലെ നമ്മളും നശിക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് നന്നായി അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നമ്മളെ അല്ലാഹു നശിപ്പിച്ചില്ല, നമുക്ക് സമ്പത്ത് തന്നില്ല. നമുക്കൊരു ശിക്ഷ വരുമ്പോഴാണ് മോഹങ്ങൾ കുറയുക. അള്ളാഹു എന്തെങ്കിലും ഒരു പണി തരുമ്പോഴാണ് മോഹങ്ങൾ കുറയുക. ഖാറൂന്റെ ജനതയ്ക്ക് മോഹം ഉണ്ടായിരുന്നു. ആ മോഹം അവര് മാറ്റിയത് അള്ളാഹു തആല ഖാറൂന് പണി കൊടുത്തപ്പോഴാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും പണി കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണ്ട. ദുനിയാവിന്റെ മോഹങ്ങൾ അങ്ങ് കുറയ്ക്കുക. ആ മോഹങ്ങൾ കുറച്ചാൽ നമുക്ക് ഭാരമില്ലാതെ പരലോകത്തേക്ക് പോകാൻ കഴിയും. ചുരുക്കത്തിൽ പാപഭാരവും മോഹഭാരവും ഇല്ലാതെ നമ്മൾ അള്ളാഹുവിന്റെ പരലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടവരാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹൃദയം വിശാലമാകണം. എല്ലാരെയും ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുണ്ടാകണം. ഞാൻ ഓർത്തു പോകുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ നാടിന്റെ മനോഹാരിത അത്രയും വിശാലമാണ്. എല്ലാരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ്, ആ ഒരു മനസ്സ് നമുക്ക് എപ്പോഴാണ് ഉണ്ടാവുക? ആ മനസ്സുണ്ടാകുമ്പോഴാണ് പാപങ്ങൾ കുറഞ്ഞിരിക്കുക. ആരാന്റെ സമ്പത്ത് നശിക്കാനും ആരാന്റെ ജീവിതത്തിൽ വലിയ വലിയ പരീക്ഷണങ്ങൾ വരാനും നമ്മുടെ മനസ്സ് കൊതിച്ചു പോകുന്നത് വലിയ പാപമാണ്. അതെപ്പോഴാണ് ഉണ്ടാവുക? മനസ്സ് കുടുസാകുമ്പോഴാണ്. നമ്മുടെ സമ്പത്ത് നശിച്ചു പോകരുത്, ബാക്കിയുള്ളവരുടെ നശിച്ചു പോകണമെന്ന ഒരു കുടുസായ ചിന്ത അത് മാറണം. എന്നിട്ട് നമ്മുടെ മനസ്സ് വിശാലമാകണം. ആ മനസ്സ് വിശാലമാകുന്നിടത്താണ് നമ്മുടെ പാപഭാരം അല്ലാഹു തആല കുറച്ചു തരിക. അതേപോലെ നമ്മൾ യാത്ര ചെയ്ത് പോകേണ്ടവരാണ്. പോകുമ്പോൾ മോഹങ്ങളുടെ ഭാരം നമ്മൾ വഹിക്കേണ്ടവരാണ്, വഹിക്കാൻ പാടില്ലാത്തവരാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയം സംഭവിക്കും എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അതിനോടുള്ള മോഹം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുക. അതുകൊണ്ട് അള്ളാഹുവിന്റെ പരലോകത്തേക്ക് നമുക്ക് യാത്ര തിരിക്കണം. ആ യാത്ര മോഹ പാപഭാരമില്ലാത്ത നിലയിൽ നമുക്ക് തിരിച്ചു പോകണം. അള്ളാഹു ഒരു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പാപങ്ങൾ ഇല്ലാതിരിക്കാൻ, ജീവിതത്തിലെ പാപങ്ങളുടെ ഭാരം നഷ്ടപ്പെട്ടു പോകാൻ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ കടന്നു വരാതിരിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിക്ർ ഞാൻ അവസാനം നിങ്ങൾക്ക് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ജീവിതത്തിലെ പാപങ്ങളൊന്നും വരാതിരിക്കാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അത് കൃത്യമായി നമ്മൾ ചൊല്ലിക്കോളി. ജീവിതത്തിൽ ഒരു പാപവും നമുക്ക് ചെയ്യേണ്ടി വരില്ല. വൈകാരികമായ എല്ലാ ചിന്തകളും ദുനിയാവിന്റെ മോഹങ്ങളൊക്കെയും നമുക്ക് മാറിക്കിട്ടാൻ ഇതിനപ്പുറത്ത് വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ടി വരില്ല. ജീവിതത്തിൽ ദുനിയാവ് നമ്മളെ തേടി വരണം, നമ്മൾ ദുനിയാവിനെ തേടി പോകരുത്. അള്ളാഹു തൗഫീഖ് തരട്ടെ.